തൻ്റെ പേര് അനർത്ഥമാക്കിയ ഫ്രാൻസിസ് മാർപ്പാപ്പ. ക്രിസ്തുവിൻ്റെ യഥാർത്ഥ അനുയായിയായി ലളിതമായ ജീവിതത്തിലൂടെ ലോകത്തിന് മാതൃക കാട്ടിയ, ജീവിതത്തിലൂടെ തൻ്റെ പേര് അനർത്ഥമാക്കിയ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന വലിയ ഇടയനെ അനുസ്മരിക്കുകയാണ് അധ്യാപകൻ, നോവലിസ്റ്റ്, കഥാകാരൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനായ ശ്രീ ജോർജ് ഓണക്കൂർ. ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ വിയോഗം ലോകത്ത് മുഴുവൻ ദുഃഖത്തിലാഴ്ത്തി എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. മാർപ്പാപ്പായുടെ സ്ഥാനം എന്താണ്, ലോക മത നേതാക്കളിൽ ആ മഹാപുരുഷന് ഉള്ള പ്രാധാന്യം എന്താണ് എന്ന് അറിയാത്തവർ പോലും പോപ്പ് ഫ്രാൻസിസിൻ്റെ വിയോഗത്തിൽ ദുഃഖിക്കുന്നു. അവരുടെ മനസ്സുകളിൽ ആ ചിത്രം കണ്ണീരണിഞ്ഞ ഒരു അവസ്ഥയിൽ പ്രതിഷ്ഠിതമായിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പലതാണ്. പത്രോസിൻ്റെ സിംഹാസനം എന്ന് പ്രകീർത്തിക്കപ്പെടുന്ന ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായ മാർപ്പാപ്പായുടെ പദവിയിൽ പോപ്പ് ഫ്രാൻസിസ് എത്തിച്ചേരുന്നത് വളരെ സവിശേഷമായ ഒരു ഘട്ടത്തിൽ ആണ്. തൊട്ടു മുമ്പ് പോപ്പ് ആയിരുന്ന ബെനഡിക്റ്റ് 16 രാജിവെച്ച് ഒഴിഞ്ഞ സമയത്ത് കണ്ടെത്തിയ അൾജീരിയക്കാരനായ ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ഒരു കർദിനാൾ ആണ് നമുക്കെല്ലാം അറിയാവുന്ന, നാം ആദരിക്കുന്ന, ഇപ്പോൾ നമ്മോട് വിട പറയുന്ന പോപ്പ് ഫ്രാൻസിസ്. ഇറ്റലിക്ക് പുറത്ത് ഒരു മാർപ്പാപ്പായെ കണ്ടെത്തുക എന്നുള്ളത് സാമാന്യേന അത്ര സംഗതമായ കാര്യമല്ല. അങ്ങനെ പറയുമ്പോൾ കത്തോലിക്ക സഭയുടെ അധികാരം പ്രധാനമായും വത്തിക്കാനിൽ കേന്ദ്രീകരിക്കുന്നു. വത്തിക്കാൻ സിറ്റിയുടെ ഭരണാധികാരി കൂടിയാണ് പോപ്പ്. അതുകൊണ്ട് ഭൗതികമായും ആത്മീയമായും കത്തോലിക്ക സഭയുടെ അധികാര സ്ഥാനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന ആധ്യാത്മിക ഇടം എന്ന് പറയുന്നത് വത്തിക്കാൻ തന്നെയാണ്. വത്തിക്കാൻ റോമിലാണ്. ഇറ്റലിയുടെ തലസ്ഥാനമാണ് റോം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഏതാണ്ട് ആ അന്തരീക്ഷത്തിന് പുറത്തുനിന്ന് ഒരു ഭരണാധികാരിയെ, ആഗോള കത്തോലിക്ക സഭയുടെ അധ്യക്ഷനെ കണ്ടെത്തുക എന്നുള്ളത് വളരെ കുറച്ച് കാലങ്ങളിൽ മാത്രം സംഭവിച്ചിട്ടുള്ള ഒന്നാണ് എന്നുള്ളത് എടുത്ത് പറയേണ്ടതുണ്ട്. ക്രിസ്തുവിൻ്റെ ശിഷ്യനായ അല്ലെങ്കിൽ ശിഷ്യന്മാരിൽ പ്രധാനി എന്ന് പരിഗണിക്കപ്പെടുന്ന പത്രോസിൻ്റെ ആസ്ഥാനം റോം ആയിരുന്നു. റോമിലെ പാത്രിയർക്കീസ് എന്നാണ് വിശുദ്ധ പത്രോസ് ലീഹ പ്രകീർത്തിക്കപ്പെടുന്നത്. ഞാനവിടെ സന്ദർശിച്ചിട്ടുണ്ട്. സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക, വിശുദ്ധ പത്രോസിൻ്റെ നാമധേയത്തിലുള്ള സിംഹാസന പള്ളി ആണ് മാർപ്പാപ്പായുടെ പള്ളിയായിട്ട് പരിഗണിക്കപ്പെടുന്നത്. അവിടെയാണ് പ്രധാനപ്പെട്ട ഒട്ടേറെ കബറിടങ്ങൾ ഉള്ളത്. പത്രോസിൻ്റെ കബറിടം, അതുപോലെ പല ക്രിസ്തു ശിഷ്യന്മാരുടെയും അന്തിമ വിശ്രമസ്ഥാനം, പ്രവാചകന്മാരുടെ ഇടം, അതുപോലെ പരിശുദ്ധരായിട്ടുള്ള പല മഹത്തുക്കളുടെയും നാമധേയത്തിലുള്ള വിശുദ്ധ ദേവാലയങ്ങൾ ഒക്കെ ചേർന്ന് ഇണങ്ങുന്ന, വേണമെങ്കിൽ ഒരു വിശുദ്ധ നഗരം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് വത്തിക്കാൻ എന്ന് പറയുക. മാത്രമല്ല വത്തിക്കാനോട് ചേർന്ന് വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക ഏറ്റവും പ്രധാനം. അതിനോട് ചേർന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന, നമ്മുടെ ടൂറിസ്റ്റുകളെ മുഴുവൻ ആകർഷിച്ച് അടുപ്പിക്കുന്ന ഒന്നാണ് അവിടുത്തെ മ്യൂസിയം എന്ന് പറയുക, വത്തിക്കാൻ മ്യൂസിയം. വത്തിക്കാൻ മ്യൂസിയത്തിലാണ് ലിയനാർഡോ ഡാവിഞ്ചിയുടെയും മൈക്കിൾ ഏഞ്ചലോയുടെയും ഒക്കെ കലാശില്പങ്ങൾ, പ്രധാന കലാശില്പങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. അതുപോലെ ഒട്ടേറെ കലാകാരന്മാരുടെ ശില്പ സംഭാവനകൾ അല്ലെങ്കിൽ ചിത്ര സൗന്ദര്യങ്ങൾ ഒക്കെ വത്തിക്കാനിൽ ദർശിക്കാൻ സാധിക്കും. ഞാൻ വത്തിക്കാൻ മ്യൂസിയവും, അതുപോലെ വത്തിക്കാൻ സ്ക്വയർ എന്ന് പറയുന്ന ഇടം, അതുപോലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക, മാർപ്പാപ്പായുടെ ആസ്ഥാന ഭവനം, ഇതൊക്കെ
സന്ദർശിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഒരു ഘട്ടത്തിൽ ഒന്നിലധികം ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഈ അവസരത്തിൽ ഓർമ്മിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇതൊന്നുമല്ല പ്രധാനം. ഈ ആഡംബരങ്ങളിലോ അല്ലെങ്കിൽ ഈ ഭൗതികമായ പ്രാധാന്യമേറിയ സ്ഥാനങ്ങളിലോ ഒന്നും ആകൃഷ്ടനായ ആൾ ആയിരുന്നില്ല പോപ്പ് ഫ്രാൻസിസ് എന്ന് അദ്ദേഹം മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് സ്വീകരിച്ച നാമധേയത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അദ്ദേഹം പോപ്പ് ആയപ്പോൾ ഫ്രാൻസിസ് എന്ന പേരാണ് സ്വീകരിച്ചത്. അത് വിശുദ്ധനായ, പാവങ്ങളെ സ്നേഹിച്ച, അവരുടെ കഷ്ടപ്പാടുകളിൽ അനുതപിച്ച മഹാനായ അസീസിയിലെ ഫ്രാൻസിസിൻ്റെ നാമധേയമാണ്. ആ നാമം സ്വീകരിക്കുക വഴി ഒരു പ്രഖ്യാപനം, അല്ലെങ്കിൽ നിശബ്ദമായ ഒരു പ്രഖ്യാപനം ഫ്രാൻസിസ് മാർപ്പാപ്പ നടത്തി. തൻ്റെ പക്ഷം കരുണയുടെ പക്ഷമാണ്. താൻ എപ്പോഴും പാവങ്ങളുടെ കൂടെയായിരിക്കും. കണ്ണീരിൽ നനയുന്ന മുഖങ്ങളെ, അവരുടെ വേദനകളെ ഒപ്പിയെടുക്കുക എന്നുള്ളതായിരിക്കും തൻ്റെ ശ്രമം. അതിനായിരിക്കും തൻ്റെ യത്നം അദ്ദേഹം ലോകത്തോട് പറയാതെ പറയുകയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീടുള്ള പോപ്പ് ഫ്രാൻസിസിൻ്റെ എല്ലാ ഇടപെടലുകളും ലാറ്റിൻ അമേരിക്കയിലായാലും ആഫ്രിക്കയിലായാലും അല്ലെങ്കിൽ മറ്റ് പ്രദേശങ്ങളിൽ ഒക്കെ ആയാലും പാർശ്വവൽക്കരിക്കപ്പെടുന്ന ആളുകളുടെ ഒപ്പം ആയിരുന്നു പോപ്പ് ഫ്രാൻസിസ് എപ്പോഴും. യുദ്ധത്തിനെതിരെ, വർഗീയതയ്ക്ക് എതിരെ, ഭീകരപ്രവർത്തനത്തിന് എതിരെ ഒക്കെ ഏത് ഘട്ടത്തിലും അല്ലെങ്കിൽ ആവശ്യമായ സന്ദർഭങ്ങളിലൊക്കെയും ശബ്ദമുയർത്തുന്നതിന് ഫ്രാൻസിസ് പാപ്പ തയ്യാറായിട്ടുണ്ട് എന്നർത്ഥം. അതുകൊണ്ട് ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ പിതാവ്, അത് പ്രധാനമാണ് എന്നുള്ളത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്. സമൂഹത്തിൻ്റെ പിതാവ് എന്ന നിലയിൽ ഒതുങ്ങുന്നതിന് അപ്പുറത്തേക്ക് ഒരു വിശ്വ പൗരൻ്റെ, ഒരു ലോക നേതാവിൻ്റെ മഹത്തായ ആ ഒരു പദവിയിലേക്ക് എത്തിപ്പെടുന്നതിന്, ഉയരുന്നതിന് പോപ്പ് ഫ്രാൻസിസിന് കഴിഞ്ഞിരുന്നു എന്നുള്ളത് നിസ്സന്ദേഹമാണ്. അതുകൊണ്ടാണ് മാർപ്പാപ്പായുടെ വിയോഗത്തിൽ ലോകം മുഴുവൻ വിലപിക്കുന്നത്. വിവിധ ദേശീയ നേതാക്കന്മാർ ഈ ഇന്ന് നടക്കുന്ന ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പോയിരിക്കുക. നമ്മുടെ രാഷ്ട്രപതി ഉൾപ്പെടെ. എന്തുകൊണ്ടാണ് അത് എന്ന് നമ്മൾ ആലോചിക്കണം. ലോകം മുഴുവൻ ആദരിക്കുന്ന ഒരു മഹാൻ, ഒരു വിശ്വ പൗരൻ എന്നുള്ള ആ ഒരു വലിയ പദവി തൻ്റെ കർമ്മ വഴികൾ വഴി, താൻ അനുഷ്ഠിച്ച മനുഷ്യസേവനപരമായ പ്രവർത്തനങ്ങൾ വഴി പോപ്പ് ഫ്രാൻസിസിന് ആർജിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിനു കാരണം. സാധാരണഗതിയിൽ മാർപ്പാപ്പമാരെ അടക്കുന്നത് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ്, വിശുദ്ധ പത്രോസിൻ്റെ ദേവാലയത്തിലാണ്. പക്ഷേ പോപ്പ് ഫ്രാൻസിസ് വിൽപ്പത്രം എഴുതി വച്ചിരിക്കുന്നു, തന്നെ വത്തിക്കാന് പുറത്ത് സംസ്കരിക്കുക. മാതാവിൻ്റെ നാമധേയത്തിലുള്ള പള്ളി, അവിടെയും സന്ദർശിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അവിടെ മതി. ആ ഒരു ചെറിയ ദേവാലയത്തിൽ, വിശുദ്ധമാണ്, അത് സവിശേഷമാണ്, ആരാധ്യമായ ഒരു ദേവാലയമാണ്, സംശയമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ഒരു ഒതുക്കം, അതിൻ്റെ ഒരു പൊതുമധ്യത്തിൽ നിന്ന് ഒന്ന് വിട്ടു നിൽക്കാനുള്ള ആ ഒരു മഹത്വം എന്ന് പറയുന്നത്, താനൊരു സാധാരണക്കാരനാണ്, എളിയവരുടെ കൂടെ നിൽക്കുന്നയാളാണ്. വിശുദ്ധ അസീസിയെപ്പോലെ, ഫ്രാൻസിസ് അസീസിയെപ്പോലെ പേരിൽ മാത്രമല്ല ജീവിതത്തിലും ചിന്തകളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും എല്ലാം ഒപ്പമാണ് എന്ന് പോപ്പ് ഫ്രാൻസിസ് തെളിയിച്ചിരിക്കുകയാണ് തൻ്റെ ജീവിതം വഴി, ഓരോ കർമ്മം വഴി എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് ഈ ഒരു സന്ദർഭത്തിൽ, ദുഃഖസാന്ദ്രമായ ഈ ഒരു നിമിഷത്തിൽ പോപ്പ് ഫ്രാൻസിസിന് ഹൃദയാഞ്ജലി അർപ്പിക്കാൻ ഒരവസരമുണ്ടായത് ഈശ്വരാനുഗ്രഹമായി, ദൈവാനുഗ്രഹമായി ഞാൻ കരുതുന്നു എന്ന് പറഞ്ഞുകൊള്ളട്ടെ. കാരണം അദ്ദേഹം കാലം വാഴ്ത്തപ്പെടുന്ന ഒരു മഹാപുരുഷനാണ് എന്ന് ഞാൻ പറഞ്ഞു. നാളെ അദ്ദേഹം വിശുദ്ധിയുടെ പദവിയിലേക്ക് ഉയർന്ന് ജനകോടികളെ എന്ന് പറയാനാണ് എനിക്കിഷ്ടം, ജനകോടികളെ നിത്യവും അനുഗ്രഹിക്കുന്ന ഒരു പുണ്യാത്മാവായി തീരുക തന്നെ. അത് ഇപ്പോഴങ്ങനെയാണ് എങ്കിലും ഔദ്യോഗികമായും അങ്ങനെ ആദരിക്കപ്പെടും. ആ അനുഗ്രഹീതമായ ജന്മം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കരുണയുടെ പോപ്പിന്, പാവങ്ങളെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സ്നേഹിച്ച പോപ്പ് ഫ്രാൻസിസിന്
ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.